ഈ സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസ് സമരം തുടരുന്നു. സംസ്ഥാനത്ത് 23 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന ശമ്പളം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നത്. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഈ സമരം ഇന്നലെ തൊട്ട് അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് മാനേജ്മെന്റിന്റെയും UNOയുടെയും. എങ്ങനെ സമരം പുരോഗമിക്കുന്നു? ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ UNOയ്ക്ക്? ദില്ല, ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ 23 ആശുപത്രിയിലെ നഴ്സുമാരാണ് സമരവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് മാനാഞ്ചിറയിൽ അനിശ്ചിതകാല സമരം നഴ്സുമാർ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റും അതുപോലെ നഴ്സിംഗ് അസോസിയേഷന്റെ സംഘടനമായ UNOയും തമ്മിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് വീണ്ടും നഴ്സുമാർ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും മിംസ്, ബേബി മെമ്മോറിയൽ, മലബാർ എന്നീ ആശുപത്രിയിലെ നഴ്സുമാരാണ് പൂർണ്ണമായും സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നഴ്സുമാർ സമരത്തെ വീണ്ടും ആരംഭിച്ചതോടുകൂടി പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലയിലെ ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. കാരണം ഈ ജില്ലകളിലെ ആശുപത്രി മാനേജ്മെന്റാണ് ധാരണയിൽ എത്താതുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലെ ആശുപത്രിയിലെ പ്രവർത്തനം സാരമായി തന്നെ ബാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും നഴ്സുമാർ പഴയ ആവശ്യങ്ങൾ തന്നെയാണ് വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് മിനിമം വേതനം 40,000 രൂപയാക്കുക, അതുപോലെ ഡ്യൂട്ടി ഷിഫ്റ്റിലെ അപാധകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളാണ് അവർ വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങളാണ് ആശുപത്രി മാനേജ്മെന്റ് നിലവിൽ ഒരു തീരുമാനമെടുക്കാതെ ചർച്ച അലസിപ്പോയത്. നിലവിൽ ഏതായാലും ചർച്ച ലേബർ കമ്മീഷൻ തിങ്കളാഴ്ച, അതായത് 30-ാം തീയതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് UNOയുടെ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. അതൊരു പ്രതീക്ഷയിലാണ് നഴ്സുമാരും ഉള്ളത്. ഏതായാലും തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് നഴ്സുമാരുടെ സംഘടനയുടെ തീരുമാനം. ശരി, അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.